രചന മഴവില്ല് ഭാഗം 4. ഷാനുവിനൊപ്പം മരിക്കാനല്ല, ജീവിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. 2 മതക്കാരാണ്, വീട്ടിൽ സമ്മതിക്കില്ല. പിന്നെ ഒരു ഒളിച്ചോട്ടം, അങ്ങ് ദൂരെ, ആർക്കും അറിയാത്ത ഒരു സ്ഥലത്തേക്ക്. വർഷ ആരോടും ഒന്നും പറയാതെ പിറ്റേ ദിവസം 15 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചു. മെറിനും ചിഷയും കാര്യം തിരക്കിയിട്ടും വർഷ ഒന്നും പറഞ്ഞില്ല. എന്താടി അത്യാവശ്യം? വീട്ടിൽ നിന്നും ഫോൺ വന്നോ? ആർക്കെങ്കിലും അസുഖം വല്ലതും? എനിക്ക് ഉടനെ പോകണം. ഒക്കെ ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഒരുപാട് പറയാനുണ്ട്, നിങ്ങൾക്കറിയാത്ത പലതും. തിരിച്ചു വരുമ്പോൾ ഞാൻ എല്ലാ കാര്യവും നിങ്ങളോട് പറയും. തല്ലരുത്, കൂടെ നിൽക്കണം. വർഷയുടെ പ്രതീക്ഷിക്കാതെയുള്ള വരവായിരുന്നു നാട്ടിലേക്ക്. വീട്ടിൽ അറിയിച്ചിരുന്നില്ല. ഓർത്തിട്ട് അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. എങ്ങനെയൊക്കെയോ അവൾ നാട്ടിലെത്തി. വീട്ടിൽ എന്തു പറയും? ഒരു പിടിയും കിട്ടുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവൾ ഷാനുവിനെ വിളിച്ചു. ഹലോ ഷാനു, ഞാനാ വർഷ. എനിക്ക് സംസാരിക്കണം. വേഗം ഗ്രീൻ പാർക്കിലേക്ക് വാ. അത്രയും പറഞ്ഞ് വർഷ ഫോൺ വെച്ചു. ഷാനുവിന് ഒരുപാട് സന്തോഷമായി. അവൻ പെട്ടെന്ന് ബൈക്കുമെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. പപ്പ ഉള്ളതുകൊണ്ട് ചിറ്റ വലിയ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ബൈക്ക് ഓടിക്കുമ്പോൾ ഷാനു ഏതോ സ്വപ്നലോകത്തായിരുന്നു. തൻ്റെ വർഷ, താൻ സംസാരിക്കാൻ പോകുന്നു. എത്ര കാലം കൂടിയാണ് അവളോടൊന്ന് സംസാരിക്കാൻ പറ്റുന്നത്. വർഷ അകലേക്ക് നോക്കി ഒരു ബെഞ്ചിൽ ചാരി ഇരിക്കുകയായിരുന്നു. ഷാനു വരാൻ സമയമായപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. വർഷ കണ്ടു, അകലെ നിന്നും ബൈക്ക് ഓടിച്ചു കൊണ്ടുവരുന്ന ഷാനു. വർഷ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. താൻ ഒരു ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. പിങ്ക് കളർ ഷർട്ട്. അവന് ഒരുപാട് ഇഷ്ടമുള്ള നിറമാണത്. അവൾ അവിടെ ഇരുന്നു. ഷാനുവിനെ കൈവീശി കാണിച്ചു. ഷാനുവും കണ്ടു, തന്നെ നോക്കി കൈ ഉയർത്തി കാണിക്കുന്ന വർഷ. പെട്ടെന്നാണ് ഒരു ലോറി എതിരെ വന്നത്. ഷാനുവിൻ്റെ ശ്രദ്ധ ഒരു നിമിഷത്തേക്കൊന്ന് പാളി. പിന്നീട് വർഷ കേൾക്കുന്നത് ഒരു നിലവിളി മാത്രമാണ്. വർഷ എന്നുള്ള വിളി മാത്രമാണ് അവൾ അപ്പോഴും കേൾക്കുന്നത്. ആ വിളി പ്രതിധ്വനിച്ച് കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവിടെ ഒരു ചോരക്കളമായി മാറി. വർഷയ്ക്ക് തൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. ഓർമ്മ വന്നപ്പോൾ അവൾ ആശുപത്രിയിലായിരുന്നു. ഡാഡിയും അമ്മയും അവളുടെ അടുത്തുണ്ടായിരുന്നു. എൻ്റെ 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 ഷാനു എവിടെ? അവൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. വർഷയുടെ ഡാഡി ഡോക്ടറെ വിളിക്കാൻ പോയി. ഡോക്ടർ വന്നപ്പോഴും വർഷ ബഹളം വയ്ക്കുകയാണ്. എന്തു പറ്റി മോളെ? ഞാൻ നോക്കട്ടെ. സിസ്റ്റർ ഇഞ്ചക്ഷൻ കൊണ്ടുവരൂ, ഡോക്ടർ പറഞ്ഞു. അവൾ മയങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമ്മൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. ദൈവത്തിനോട് നന്ദി പറയൂ. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ വർഷയുടെ ഡാഡി ചെന്ന് റൂമിൻ്റെ വാതിലടച്ചു. നമുക്ക് ഭാഗ്യമുണ്ട്, ആ കല്ലിൽ തലയിടിച്ച് വീണതല്ലേ. ഓർമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായിരുന്നു ഡോക്ടറുടെ പേടി. വർഷയ്ക്ക് വീണ്ടും ബോധം വന്നപ്പോൾ മമ്മി അവളുടെ അടുത്തുണ്ടായിരുന്നു. ഷാനു എവിടെ മമ്മി? എനിക്ക് കാണണം. മോളോട് എന്താണ് പറയേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. ഡാഡി പറഞ്ഞു കൊടുത്തതുപോലെ മമ്മി പറയാൻ തുടങ്ങി. മോളെ, ഷാനുവിനെ സിറ്റി ഹോസ്പിറ്റലിൽ കിടത്തിയിരിക്കുകയാണ്. കാലിന് ഒടിവുണ്ട്, തലയിൽ മുറിവുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഡാഡി പോയിരുന്നു. ഷാനുവിൻ്റെ പപ്പയുമായി സംസാരിച്ചു. വർഷയ്ക്ക് സമാധാനമായി. തുടരും.